ഇനിയൊരു ലണ്ടൻ യാത്രാ വിവരണം കേട്ടാലോ. ഇപ്പോഴത്തേതൊന്നുമല്ല, 7 പതിറ്റാണ്ട് മുമ്പത്തേതാണ് യാത്ര. നടത്തിയതാകട്ടെ 18കാരിയായ ധാവണിക്കാരിയും. എന്താ കൗതുകമാകുന്നില്ലേ? ആ വാർത്തയിലേക്ക് പോയി വരാം. വർഷം 1956. ലോകം ഇന്നത്തെ പോലെ വളർന്നിട്ടില്ല. കപ്പൽ മാർഗം അത്യപൂർവം സമ്പന്നർ മാത്രമേ വിദേശത്തൊക്കെ പോകുന്നുള്ളൂ. അക്കാലത്ത് പാലക്കാട് ഒറ്റപ്പാലം വാണിയംകുളം സ്വദേശിനി വിലാസിനിക്കാണ് ലണ്ടൻ യാത്രയ്ക്കൊരവസരം കൈവരുന്നത്. ഹാർവാർഡ് സർവകലാശാലയിൽ പഠനത്തിന് പോകുന്ന തൃശൂർ ചേർപ്പ് സ്വദേശിയായ നാരായണനുമൊത്താണ് വിലാസിനി എന്ന കൗമാരിക്ക് ലണ്ടൻ യാത്രയ്ക്ക് മനസ്സൊരുങ്ങുന്നത്. നാട്ടിൻപുറത്തെ വീട്ടിൽ നിന്ന് ഒറ്റപ്പാലം ടൗണിലെ തിയേറ്ററിൽ മാത്രം പോയി ശീലമുള്ളവൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിപുരണ്ട തീവണ്ടിയിൽ കയറി മുംബൈയിലെത്തുന്നു. പിന്നീട് കപ്പലിൽ ലണ്ടനിലേക്ക്. അടുത്തിടെ മാതൃഭൂമി ഗ്രന്ഥപുര പോർട്ടലിൽ നാടൻ പെൺകുട്ടിയുടെ ലണ്ടൻ യാത്ര എന്ന പേരിൽ 1958 പ്രസിദ്ധീകരിച്ച പുസ്തകം PDF ആക്കിയിട്ടതോടെയാണ് പലരും അന്നത്തെ ഡാവണിക്കാരിയെ അന്വേഷിച്ചത്. അതിലുമേറെ ആശ്ചര്യകരമാം വിധം വിലാസിനി ഇപ്പോഴും മുംബൈയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് വാർത്ത. തൃശൂർ ചേർപ്പ് സ്വദേശി പരേതനായ ഡോക്ടർ നാരായണന്റെ ഭാര്യയാണ് വിലാസിനി. ലണ്ടനിലെ 3/4 നൂറ്റാണ്ട് മുൻപത്തെ ചിത്രങ്ങളും കപ്പലിൽ നിന്നും മറ്റുമെടുത്ത ചിത്രങ്ങളുമെല്ലാം പുസ്തകത്തിലുണ്ട്. കോട്ടയത്തെ ഇന്ത്യ പ്രസിൽ അച്ചടിച്ച പുസ്തകം സാഹിത്യപ്രവർത്തക സംഘമാണ് പ്രസിദ്ധീകരിച്ചത്. വിലാസിനിയുടെ മകൻ പുസ്തകം വായിച്ച മാതൃഭൂമിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. UTV ന്യൂസ്, പാലക്കാട്.